പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട അർച്ചനകളെയും വഴിപാടുകളെയും കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. ശിവൻ എന്ന് പറയുമ്പോൾ ദേവാദിദേവനാണ്. സർവ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ദേവന്മാരുടെയും ദേവനാണ് ശ്രീ മഹാദേവൻ. ഭഗവാനെ ഭജിച്ചാൽ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി ഫലം ലഭിക്കുന്ന ശിവ അർച്ചനകളെയും വഴിപാടുകളെയും കുറിച്ച് നമുക്ക് ഓരോന്നോരോന്നായി മനസ്സിലാക്കാം. ശിവ അർച്ചനകൾ ഒരുപാടുണ്ട്. എന്നാലും ഫലപ്രാപ്തി വേഗം ലഭിക്കുന്ന ചില അർച്ചനകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ അർച്ചനകളും ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും വേഗം പറയാവുന്ന ഒരു 9 അർച്ചനകളെയും വഴിപാടുകളെയും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തൽക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യത്തേത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, 2 രുക്തസൂക്തം, 3 അഘോര പുഷ്പാഞ്ജലി, 4 അഷ്ടോത്ര പുഷ്പാഞ്ജലി, 5 ഐക്യമദ്യ പുഷ്പാഞ്ജലി, 6 നീലകണ്ഠ ത്രയാക്ഷരി, 7 പിൻവിളക്ക്, 8 ഭസ്മാഭിഷേകം, 9 പാൽപ്പായസം. അതുപോലെ ധാരയുമുണ്ട്. അപ്പോൾ ധാരയെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെ ധാര ചെയ്താൽ ഏതൊക്കെയാണ് ഫലം എന്നൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ചാനൽ ഒന്ന് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ്. ഇത് ആയുരാരോഗ്യത്തിനും ശത്രുദോഷം മാറുവാനും ഇത് ചെയ്യാവുന്നതാണ്. ഈ പുഷ്പാഞ്ജലി കൂവളത്തില കൊണ്ട് ചെയ്യുന്നതാണ് ഉത്തമമായി പറയപ്പെടുന്നത്. ദോഷങ്ങളുടെ കാഠിന്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. വളരെയധികം ദോഷമുള്ള ആൾക്ക് ആണെങ്കിൽ തുടർച്ചയായി 21 അല്ലെങ്കിൽ 41 തിങ്കളാഴ്ചകൾ നടത്താവുന്നതാണ്. പൂർണ്ണമായ ഫലം ലഭിക്കുന്നതാണ്. നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറുന്നതുമാണ്. അതുപോലെ തന്നെ ആയുർസൂക്തം, ഈ വഴിപാട് നടത്തിയാൽ രോഗശമനം ആണ് ഫലം. ഇളനീര് കൊണ്ട് ആയുർസൂക്ത പുഷ്പാഞ്ജലി ചെയ്ത് ഇളനീര് ജപിച്ച് കുടിക്കുന്നത് രോഗശമനം ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്തത് രക്തസൂക്തം. ഇത് ഏത് കടുത്ത ശത്രുദോഷങ്ങളെയും അകറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒഴിയാബാധകളും നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകുന്നതിന് ഈ രക്തസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഉത്തമമാണ്. തിങ്കളാഴ്ചകളിൽ ഈ വഴിപാട് ചെയ്തു വന്നാൽ ദോഷങ്ങൾ അകലും എന്നതാണ്. മൂന്നാമത്തത് അഘോര പുഷ്പാഞ്ജലിയാണ്. ഇത് കൂവളത്തില, എരിക്കിൻ പൂവ് കൊണ്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഏത് ശത്രുക്കളെയും ബാധാദോഷങ്ങളെയും കണ്ണീർ ദോഷം ഇവയൊക്കെ മാറിപ്പോകുന്നതിന് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ കാര്യസാധ്യത്തിന് വളരെ ഉത്തമമായ ഒരു പുഷ്പാഞ്ജലിയാണ് അഘോര പുഷ്പാഞ്ജലി. ഇത് തിങ്കളാഴ്ചകളിലോ അല്ലെങ്കിൽ പ്രദോഷ ദിനത്തിലോ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന പ്രദോഷം ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നു. അടുത്തത് അഷ്ടോത്തര പുഷ്പാഞ്ജലിയാണ്. നമ്മുടെ ജാതകം നോക്കുമ്പോൾ നമുക്ക് ഈശ്വരാധീനം ഇല്ല എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത്. നമ്മളിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനോടൊപ്പം ശത്രുദോഷങ്ങൾ അകലും. ആഭിചാര ബാധകൾ, കണ്ണേറ് ദോഷങ്ങൾ, ഗ്രഹദോഷങ്ങൾ ഇവയൊക്കെ ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നതോടെ അകലുന്നതാണ്. അഞ്ചാമത്തത് ഐക്യമത്യ പുഷ്പാഞ്ജലിയാണ്. ഇത് ദാമ്പത്യ ജീവിതം ദൃഢമാകാനും ഭാര്യാഭർത്തൃ ഐക്യത്തിനും സമാധാനപരമായ ജീവിതം നയിക്കുവാനും ഭാര്യാഭർത്തൃ കലഹം മാറി രമ്യതയിലേക്കും സന്തോഷപരമായ ജീവിതം നയിക്കുവാനും ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. പൂർണ്ണമായ ഫലം ലഭിക്കുന്നതാണ്. ഇത് ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര്
ഒരേ ചീട്ടിൽ എഴുതിയാണ് ഈ പുഷ്പാഞ്ജലി നടത്തുന്നത്. പേരും നക്ഷത്രവും ഒരേ ചീട്ടിൽ എഴുതിയാണ് ഈ പുഷ്പാഞ്ജലി നടത്തുന്നത്. ഇത് തുടർച്ചയായി 11 അല്ലെങ്കിൽ 41 തിങ്കളാഴ്ച തുടർച്ചയായി നടത്തി വന്നാൽ ആ ബന്ധം ദൃഢമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ധാരകൾ കഴിപ്പിക്കാം. ജലധാര കഴിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടമായ വഴിപാടും ജലധാര തന്നെയാണ്. ജലധാരയെപ്പറ്റി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ 6-മത്തത് നീലകണ്ഠ ത്രയാക്ഷരി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക. നീലകണ്ഠ ത്രയാക്ഷരി എന്ന മന്ത്രം കൊണ്ട് ഇളനീർ ജപിച്ച് കുടിച്ചാൽ സകല രോഗദുരിതങ്ങളും ബാധാദോഷങ്ങളും അകലുന്നതാണ്. ഇത് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 ദിവസത്തേക്ക് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. ഇത് സൂര്യോദയത്തിന് മുൻപ് കുടിച്ചിരിക്കണം എന്നതാണ്. തലേ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങി രാവിലെ കുടിക്കാവുന്നതാണ്. അതുപോലെ തിങ്കളാഴ്ച വ്രതം, പ്രദോഷവ്രതം ഇവയൊക്കെ നോക്കുന്നത് നല്ലതാണ്. ഇഷ്ടമാംഗല്യം നടക്കാനും മാംഗല്യ ദോഷങ്ങൾ അകലാനും നമ്മുടെ ജീവിത ദുരിതങ്ങൾ മാറുവാനും കടബാധ്യതകളൊക്കെ അകലാനും പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശനിദോഷം മാറാൻ ശിവക്ഷേത്രത്തിൽ നീലചങ്ക് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് പൂർണ്ണമായ ദോഷം മാറും എന്നാണ് പറയപ്പെടുന്നത്. 7-മത്തത് പിൻവിളക്ക്. ഈ വഴിപാട് ചെയ്യുന്നത് മൂലം നമുക്ക് അഗ്നി കൊണ്ടുള്ള ദോഷങ്ങൾ, അഗ്നിബാധകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാനും അതുപോലെ കുടുംബ ശ്രേയസ്സിനും വളരെ നല്ലതാണ് പിൻവിളക്ക് വഴിപാട്. അടുത്ത 8-മത്തത് ഭസ്മാഭിഷേകമാണ്. നമ്മുടെ പാപങ്ങളൊക്കെ അകലുന്നതാണ് ഈ ഭസ്മാഭിഷേകം ചെയ്യുന്നതിലൂടെ. നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭസ്മ അർച്ചന നമുക്ക് അപകട സാധ്യതകൾ മാറുവാൻ ഭഗവാന് ഭസ്മ അർച്ചന നടത്തുന്നത് വളരെ വളരെ ഉത്തമമാണ്. 9-മത്തത് പാൽപ്പായസം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പായസങ്ങളിൽ ഒന്നാണ് പാൽപ്പായസം. ഐശ്വര്യപൂർണമായ ജീവിതം, കടബാധ്യതകൾ ഒഴിയാനും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും ഭഗവാന് പാൽപ്പായസം വഴിപാടായി നൽകുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ഒരുപാടുണ്ട്, പറഞ്ഞുകൊണ്ടേ പോകാം. അതിൽ കുറച്ച് മാത്രമേ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.